ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ്. എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രകാശത്തിൻ്റെ അപവർത്തനം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അപവർത്തനം. ഓക്കെ, നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ഒരു പ്രതലത്തിൽ ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന സമയത്ത് നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അതേ മാധ്യമത്തിലേക്ക്, ഏത് ഭാഗത്ത് നിന്നാണോ വന്നത് ലൈറ്റ് റേ വന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? അതെങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത്? ഇങ്ങനെ ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സർഫസിലേക്ക് ഇതൊരു നോർമൽ ഉണ്ട്, ഇവിടേക്ക് ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് എന്ത് സംഭവിക്കുക, നേരെ തിരിച്ച് ഇത് ഇൻസിഡന്റ് റേ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇതെന്താണ്, റിഫ്ലക്റ്റഡ് റേ ആണല്ലേ. ഇതിവിടെ വന്ന് തട്ടി, ഈ ഒരു പ്രതലത്തിൽ തട്ടിയതിന് ശേഷം നേരെ തിരിച്ച് ഏത് ഭാഗത്ത് നിന്നാണോ വന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? എന്നാൽ എന്തായിരിക്കും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് എന്താ നമ്മൾ പഠിക്കുന്നത്, എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാൽ എന്താണ്, അതേപോലെ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗത എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതേപോലെ എന്താ മലയാളം അപവർത്തനാങ്കം എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും, പിന്നെ ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസും ആണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ലെൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഞാൻ പറഞ്ഞു എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞല്ലേ. ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ഒരു സർഫസിൽ തട്ടി തിരിച്ച് അതേ സ്ഥലത്തേക്ക്, ഏത് ഭാഗത്തു നിന്നാണോ ആ ലൈറ്റ് റേ വന്നത് അതേ ഭാഗത്തേക്ക് തിരിച്ച് ബൗൺസ് ചെയ്ത് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരു മാധ്യമത്തിൽ നിന്ന്, ഇവിടെ നോക്കിക്കേ, ഇവിടെ എയർ ഉണ്ടല്ലേ, ഒരു മാധ്യമമാണ് എയർ. എയറിൽ നിന്ന് ഗ്ലാസ്, മറ്റൊരു മാധ്യമമായ ഗ്ലാസ്സിലേക്ക് ഒരു ലൈറ്റ് റേ വരുമ്പോഴുള്ള ഒരു ഗ്രാഫ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫിഗറാണിത്. എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, ഒരു മാധ്യമം എയറിൽ നിന്ന് ഒരു ഇൻസിഡന്റ് റേ, ഒരു ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ, അതായത് പതനരശ്മി എന്ന് നമ്മൾ പറയും. മലയാളത്തിൽ ഇതിനെ പതനരശ്മി എന്നാണ് പറയുന്നത്. ഈ ഒരു രശ്മി ഇങ്ങോട്ടേക്ക് വരുന്നു, മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു, ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി എങ്ങനെയാ ചരിഞ്ഞ് പതിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച്, സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങോട്ടേക്ക് ഇതാണല്ലേ, ഈ ഭാഗം മൊത്തം എയർ ആണ്, ഇങ്ങോട്ടേക്ക് ഗ്ലാസ് ആണല്ലേ. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മലയാളത്തിൽ വിഭജന തലം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്, ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുകയാണ്. ഇതെങ്ങനെയായിരുന്നു പോവേണ്ടിയിരുന്നത്, ഇതിങ്ങനെ പോവേണ്ടിയിരുന്ന ലൈറ്റ് റേക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ച് ഇങ്ങനെ പോയി. മനസ്സിലായോ? അപ്പോൾ
വരുന്ന ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഇൻസിഡൻറ്റ് റേ. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചതുപോലെ തന്നെ വരുന്ന രശ്മീനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കുന്നു. അതേപോലെ ഈ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ വന്ന് ഡീവിയേഷൻ സംഭവിച്ച് പോകുന്ന റേനെ നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്നാണ് വിളിക്കുന്നത്. റിഫ്രാക്റ്റഡ് റേ. ഈ ഒരു നോർമൽ അല്ലേ, ഈ ഒരു നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഐ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഈ ഒരു നോർമലും ഈ ഒരു റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. മറ്റേ റിഫ്ലക്ഷനിൽ എന്താ പഠിച്ചേ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നായിരുന്നു പഠിച്ചത്. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഇതിവിടെ ശ്രദ്ധിച്ചിരിക്കണം, കാരണം നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓർ ചേഞ്ചിങ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയം, ഇവിടെ നോക്കിക്കേ, ഇത് എയർ ആണ്. ഇതിൽ നിന്ന് വാട്ടറിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചെറിയൊരു ബെൻഡ്, ഒരു ഡീവിയേഷൻ അതിന് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് റേ വരുമ്പോൾ അതിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് അതായത് വിഭജന തലത്തിൽ വെച്ച് രണ്ട് മാധ്യമങ്ങളെയും തമ്മിൽ വിഭജിക്കുന്ന ആ ഒരു തലത്തിൽ വെച്ച് ഈ ഒരു പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ വിളിക്കുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് റിഫ്രാക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ ഒരു എംറ്റി ഗ്ലാസ്സിൽ ഒരു പെൻസിൽ വെക്കുകയാണല്ലേ. ഒരു എംറ്റി ഗ്ലാസ്സിൽ പെൻസിൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു കുഴപ്പമില്ല, ഒരു ഒടിവോ ഒന്നും ഇല്ലാണ്ട് നേരെ പോയിട്ടുണ്ട്. ആ ഒരു പെൻസിലിൻ്റെ ഇമേജ് നമുക്ക് ഒരു രീതിയിലുള്ള ഒടിവോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പം നോക്കിക്കേ, നമ്മളിവിടെ രണ്ട് മീഡിയം ഉണ്ട്. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് വാട്ടർ നിറച്ചു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പെൻസിൽ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചേ? ഇതിൻ്റെ കണ്ടോ, ഈ ഒരു ഇവിടെ ഒരു ഒടിവ്, ഇതൊരു ഒടിഞ്ഞിരിക്കുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നേ? അല്ലേ? ഒരു ഒടിവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഒടിവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? അവിടെ ഈ ഒരു ഇങ്ങനെ വന്ന സമയത്ത് എന്താ സംഭവിച്ചേ? റിഫ്രാക്ഷൻ സംഭവിച്ചത് കൊണ്ടാണ് ആ ഒരു പെൻസിൽ നമ്മൾക്ക് ഒടിഞ്ഞതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ആണല്ലോ. കണ്ടോ, റിഫ്രാക്ഷൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു മീഡിയം 1ൽ നിന്ന് വരുന്നു, നോർമൽ ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു, നേരെ തിരിച്ച് എന്താ സംഭവിക്കുന്നത്? ഒരു ഡീവിയേഷൻ, ചെറിയൊരു ബെൻഡ് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. ഇതാണ് ബൗണ്ടറി അല്ലെങ്കിൽ ഈ രണ്ട് മാധ്യമങ്ങളെയും തമ്മിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നാണ് ഇവിടെ ഡയഗ്രാമായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സ്ഥലത്ത് വെച്ച് ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അതിന് ചെറിയൊരു ബെൻഡ് സംഭവിക്കുകയാണ്. അപ്പം ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് എക്സാമിന് എന്തായാലും ചോദിക്കും. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചോദിക്കും. ഓൾറെഡി നോട്ടുള്ളതാണ്. അപ്പം നോട്ട് നോക്കി വൃത്തിയായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പം നമ്മൾ പറഞ്ഞു പ്രകാശത്തിൻ്റെ അപവർത്തനം എന്താണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലായല്ലേ. ഇനി കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്? എന്താണ് ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്? എന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? ഒരു മാധ്യമം എടുത്താൽ ആ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്പീഡ്? ഒരു മാധ്യമം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഓരോ മീഡിയം കുറച്ച് മാധ്യമങ്ങളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. മീഡിയം, സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം കൊടുത്തിട്ടുണ്ട്.
അപ്പൊ എന്താണ്? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശം സഞ്ചരിക്കുന്ന വേഗത. ആ ഒരു മാധ്യമത്തിൽ എത്ര സ്പീഡിലാണോ, എത്ര വേഗതയിലാണോ പ്രകാശം സഞ്ചരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ മീഡിയം എയർ. എയറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് എത്രയാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എയറിലൂടെ പ്രകാശം ഈ ഒരു വേഗതയിലായിരിക്കും എന്ത് പ്രകാശം സഞ്ചരിക്കുന്നത്, ആ ഒരു എയറിലൂടെ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മീഡിയമാണ് വാട്ടർ. വാട്ടറിലൂടെ എത്രയായിരിക്കും? അതെ, 2 വാട്ടറിലൂടെ പോകുന്നത് എത്രയാണ്? 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിലായിരിക്കും വാട്ടറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി വാട്ടർ കഴിഞ്ഞു. പിന്നെയുള്ളത് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്, ഗ്ലാസ് ആണ്. അത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡിലായിരിക്കും ഗ്ലാസ്സിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, ഡയമണ്ടിലൂടെ എത്രയായിരിക്കും? 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് ഡയമണ്ടിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കേ, എയർ, വാട്ടർ, ഗ്ലാസ് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തിന്റെ വേഗത കൂടുവാണോ കുറയുവാണോ? കുറയുവാണല്ലേ. പ്രകാശത്തിന്റെ വേഗതയ്ക്ക് എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തിന്റെ വേഗത കുറയുകയാണ്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ ഇതിനെ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. പ്രകാശിക സാന്ദ്രത എന്നാണ് നമ്മൾ പറയുന്നത്, പ്രകാശിക സാന്ദ്രത. ഓക്കെ, എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്? എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയെ, അതായത് പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. എന്താണ്? ഒരു മാധ്യമത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ ഒരു മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മാധ്യമമാണ് എന്ത്? എയർ. OP നമുക്ക് എഴുതാം കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളതാണ് എയറിന്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇതിനായിരിക്കും? ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. ഇവിടെ നോക്കിയാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കൂടി വരിക അല്ലേ? ഇതിന് ഗ്ലാസ്സിന് എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിന്, വാട്ടറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് ഗ്ലാസ്സിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് എന്തിന്? ഡയമണ്ടിന്. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന OP എന്നാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ചെയ്യുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വേഗത കുറയുകയാണോ കൂടുകയാണോ? കുറയുന്നു. കണ്ടോ? എയറിലുണ്ടായിരുന്ന സമയത്ത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരുന്നു എന്തിന്റെ വേഗത? പ്രകാശത്തിന്റെ വേഗത. എങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഡയമണ്ടിലേക്ക് വരുമ്പോൾ എന്താ? പ്രകാശത്തിന്റെ വേഗത കുറഞ്ഞില്ലേ? 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത്? പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പം ഇതൊരു നോട്ടായിട്ട് ഇവിടെ നിങ്ങളത് ശ്രദ്ധിച്ച് എഴുതി വെക്കണം കേട്ടോ. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകാശത്തിന്റെ വേഗത കുറയുന്നു. അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള, പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവ്, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ അവിടുത്തെ പ്രകാശത്തിൻ്റെ വേഗത എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിലോ? ഇവിടെ നോക്കിക്കേ, വാട്ടറിന് എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണല്ലേ. അപ്പോൾ അവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാ? 3 × 10⁸ m/s ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ? എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ഒബ്ലിക്ലി വരുമ്പോൾ. എങ്ങനെയാ നേരെ വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒബ്ലിക്ലി വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ഇതാ, 2 ഇമേജസ് തരും കേട്ടോ. അതായത് ഈ ഒരു 3 ഇമേജ് തരും. ഇവിടെ ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് നോർമലാണ്, ഇത് I, ഇത് R, ഇത് നോർമൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജ് എ. ഇനി അതേപോലെ ഒരു ഇമേജ് തരികയാണ്. പ്രകാശരശ്മി വരുന്നു, ഇത് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇത് നോർമല്, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് മീഡിയം നമ്പർ എ എന്നോ അല്ലെങ്കിൽ ബി എന്ന് കൊടുക്കാം. മീഡിയം എ, മീഡിയം ബി. ഈ ഒരു ഇമേജും തരും. അതിനുശേഷം തരുന്ന ഒരു ഇമേജ്, ഇതാണ് ഈ ഇമേജ് ബി. അടുത്തൊരു ഇമേജ് എന്ന് പറയുന്നത് ഇത് നോർമലാണ്, ഇതിലൂടെ ഒരു ലൈറ്റ് റേ വരുന്നതായിട്ടും തരും, ഇമേജ് സി. ഇത് ഈ ഒരു 3 ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏത് ഇമേജാണ് ഫസ്റ്റ്. ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ, ഏത് ഇമേജാണ്, വിച്ച് ഇമേജ് ഷോസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അപവർത്തനത്തെ കാണിക്കുന്ന എന്ത് ലൈറ്റ് ഗ്രാഫ് ഏതാണ്, ഫിഗർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കാണിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്? ഇതാണല്ലേ, ബി എന്ന് പറയുന്ന ഇമേജാണ്, ഫിഗറാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് നോർമലിലൂടെ പ്രകാശരശ്മി വരുന്നത് നോർമലിലൂടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഇവിടെ പ്രകാശരശ്മി വരുന്നത് ഒരു ചരിഞ്ഞാണല്ലേ, ചരിഞ്ഞാണ് ഈ ഒരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞാണ് വരുന്നത്. എന്നാൽ ഇവിടെ നോർമലിലൂടെയാണ് പ്രകാശരശ്മി വരുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കും. എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ശ്രദ്ധിച്ചോണം, പ്രകാശരശ്മി നോർമലിലൂടെയാണ് വരുന്നത് എങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള ഡീവിയേഷനും സംഭവിക്കില്ല. വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇറ്റ് പാസ് ടു ദ നോർമൽ. നോർമലിലൂടെ തന്നെ യാതൊരു വിധത്തിലുള്ള ഡീവിയേഷനും സംഭവിക്കാതെ എന്ത് സംഭവിക്കും? പ്രകാശം പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നപ്പോഴാണ് ഒരു ലൈറ്റ് റേ ഒബ്ലിക്ലി, നമ്മൾ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഒബ്ലിക്ലി എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചില്ലായിരുന്നോ? ഒബ്ലിക്ലി എന്ന് പറയുന്നത് എന്താ? പ്രകാശരശ്മി ചരിഞ്ഞ് സഞ്ചരിക്കണം. അപ്പോൾ റിഫ്രാക്ഷൻ്റെ ഒരു കണ്ടീഷനാണ് എന്ത്? പ്രകാശരശ്മി ഒബ്ലിക്ലി വേണം. എങ്ങോട്ട് വീഴാൻ വേണ്ടിയിട്ട്? സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക്, ഈ ഒരു സ്ഥലത്തേക്ക്, മറ്റൊരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് വേണം വീഴാൻ വേണ്ടിയിട്ട്, ചരിഞ്ഞ്. അപ്പം ഓർത്തിരിക്കണം, എന്താണ്? ഒബ്ലിക്ലി വീഴുമ്പോഴാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു മെയിനായിട്ട് ഇത്രയും പഠിച്ച ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ ഫിഗർ തന്നതിന് ശേഷം ഈ ഇതുപോലത്തെ ഫിഗർ, ഈ ഒരു 3 ഫിഗർ തന്നിട്ട് ചോദിക്കും ഇതിലേതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പോകുമ്പോൾ, ഒബ്ലിക്ലി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് ഈ ഒരു ചിത്രമാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി അടുത്ത പാർട്ടായിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാ? അങ്ങനെയെങ്കിൽ പ്രകാശരശ്മി നോർമലിലൂടെ വന്നാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? റിഫ്രാക്ഷനോ ഒന്നും സംഭവിക്കില്ല അല്ലേ. റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാണ്ട് എങ്ങോട്ട് പോകും? ആ നോർമലിലൂടെ തന്നെ ആ പ്രകാശരശ്മി പാസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് റിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ഡെഫിനിഷൻ അടക്കം ചോദിക്കും. ഓക്കെ. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ്
ഓരോന്നിൻ്റെയും സ്പീഡ് ഓഫ് ലൈറ്റ് ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എയറിൻ്റെയും വാട്ടറിൻ്റെയും ഗ്ലാസ് ഡയമണ്ട് ഈ 4 ലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.